അപ്പോൾ ഇന്ന് നമുക്ക് അടുക്കളപ്പണികളൊക്കെ കഴിഞ്ഞോട്ട് വേറൊരു പണിയും കൂടി വരുന്നു കേട്ടോ. നമ്മൾ ഷിബിലിമോന് പറഞ്ഞാൽ പിന്നെ അത് ചെയ്ത് കൊടുക്കല്ല, അത് നിവർത്തിയില്ലല്ലേ, കുട്ടികളല്ലേ. എന്നാലല്ലേ അവർക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ നമ്മൾക്കൊരു സന്തോഷം ഒരു റാഹത്തും കൂടി തന്നെയല്ലേ. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് യാതൊരു വഴിവില്ല കേട്ടോ. നമ്മൾ ഷിബിലിമോന് നബിദിന അടുത്തിയില്ലേ. ഞാനൊന്ന് വോയിസ് ഇടാൻ നിന്നപ്പോഴേക്കും നല്ലോണം മഴ പെയ്യുന്നുട്ടോ. അപ്പോൾ വോയിസിൽ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടേക്ക് വ്ളോഗ്സ്. അപ്പോൾ നേരത്തെ തന്നെ അതെ ഞാൻ എൻ്റെ ഓത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലോട്ട് വരികയാണ്. അപ്പോൾ ഇത് സ്കൂളില്ലാത്ത ഒരു ദിവസം എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നമുക്ക് ഓരോരോ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളതുകൊണ്ടാണ് ഇത് ഇത്തിരി വഴുക്കിപ്പോയത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. അങ്ങനെ ഇന്ന് മൈദദോശ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ പിന്നെ മിക്സിയുടെ ജാറിന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തോട്ട് കുറച്ച് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ഇത്തിരി ഉപ്പും പിന്നെ ഒരു കോഴിമുട്ടയും കൂടി അതിലേക്ക് പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചു കൊടുത്തു. ആദ്യം തന്നെ പൊടി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വെള്ളം ഒഴിച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ മിക്സിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണേ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പണിയാവും കേട്ടോ. അങ്ങനെ നല്ലോണം അടിച്ചെടുത്തു. പിന്നെ ഇത് കുറച്ച് ചെറിയ ജീരകം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് കൂടുതൽ കട്ടി വേണ്ടിയിരുന്നൊരു അത്യാവശ്യത്തിൽ കട്ടി വേണം, അങ്ങനത്തെ രൂപത്തിലായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലോണം ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചട്ടിയിൽ നിന്ന് കിട്ടിയാനും പടിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ അത് വിറക് ഞാൻ അത്യാവശ്യത്തിലുള്ള മാത്രമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കാറ്. വീതനൻ്റെ താഴെ വിറക് കൂടുതൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെതൽ വരും, അല്ലെങ്കിൽ ചെതലിൻ്റെ മണ്ണുണ്ടാവും, അങ്ങനെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ ആ പണി അവിടെ ഒഴിവാക്കി. അപ്പോൾ അത്യാവശ്യത്തിന് മാത്രമായിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വെക്കാറുള്ളൂ. അങ്ങനെ തീയൊക്കെ ഒന്ന് പൊടിപ്പിച്ചു. പിന്നെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോണ്ട് ദോശ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു. നമ്മൾ വെള്ളപ്പത്തിനൊക്കെ ഒഴിച്ച് കൊടുക്കൂലേ, അങ്ങനെയായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടി ഉണ്ടാവുകയും ഇങ്ങനെ ആയിക്കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടും. അങ്ങനെ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. മറിച്ചിട്ട് കൊടുക്കണം എന്നൊന്നുമില്ല. പിന്നെ ചില സമയത്ത് ഞാനിങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങയിടും. അപ്പോൾ ഒന്നും കൂടി പ്രത്യേക ടേസ്റ്റ് കിട്ടൂല. ഇതാവുമ്പോൾ പിന്നെ കറിൻ്റെ ഒരു ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ലല്ലേ. ഇതിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നല്ല രസമായിരിക്കുമല്ലേ. ഞാൻ പിന്നെ കറി പിന്നെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് മതിയെന്ന് വെച്ചു. അപ്പോൾ കടി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലൂടെ ഉപ്പേരിക്കുള്ളത് അരിയാണ്. അപ്പോൾ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്നുള്ളതിൽ രണ്ടും ആവുമല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ഇതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാട്ടെ. എന്നാലും പിന്നെ പണി പെട്ടെന്ന് കഴിയും ചെയ്യും, കടി ഉണ്ടാക്കലും ചെയ്യും, ഉപ്പേരിക്കുള്ളത് അരിയലും ചെയ്യും. പെട്ടെന്ന് പണികളൊക്കെ കഴിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് പണികളൊക്കെ കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലതല്ലേ. നമ്മളെ വീഡിയോയിൽ പിന്നെ വലിയ വലിയ റെസിപ്പികളൊന്നും വരില്ല. ഒരു നാടൻ റെസിപ്പി നമ്മളെ കൊണ്ട് എങ്ങനെ കഴിയുന്നു അങ്ങനെയിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഉപ്പേരിക്കുള്ളത് ഞാൻ ആദ്യം തന്നെ അതിൻ്റെ രണ്ട് സൈഡത്തെ ആരൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷമാട്ടോ കട്ട് ചെയ്യുന്നത്. പിന്നെ കടി ഉണ്ടാക്കി അതും കഴിഞ്ഞു. ഉപ്പേരിക്കുള്ളത് അരിയലും കഴിഞ്ഞു. പിന്നെ ചട്ടി അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ചീനച്ചട്ടി വെച്ചു. ഉപ്പേരിക്കുള്ള ചോറിനുള്ള വെള്ളം അവിടെ ഇരിക്കാൻ കേട്ടോ. പിന്നെ ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അത് ചൂടായതിന് ശേഷം ഒരിത്തിരി കടുക് കണ്ടിട്ടെടുത്തു. നല്ലോണം നട്ട് പൊട്ടിത്തെറിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച ബീൻസില്ലേ അതിട്ട് കൊടുത്തു. ഒരിത്തിരി ഉപ്പിട്ട് കൊടുത്തു. പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിരുന്നു. അങ്ങനെ അത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ ഉപ്പേരിക്കുള്ള തേങ്ങയും ചിരകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ വെച്ചുകൊണ്ട് പിന്നെ ഉപ്പേരി ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ പണികളാണല്ലേ നേരെ പോലത്തെ ചെയ്യുന്നത്. ഒരാൾ ഒറ്റക്കാണ് അടുക്കളയിൽ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലേ. പിന്നെ കുറച്ച് തേങ്ങയും കൂടി അതിൽക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ആ സ്പോട്ടിൽ തന്നെ ഉപ്പേരി പാത്രത്തിൽ കണ്ട് മാറ്റി കൊടുത്തു. എന്നിട്ട് ചീനച്ചട്ടി നല്ലോണം കഴുകിയതിന് ശേഷം അതിൽ തന്നെയാണ് കറി വെക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി മത്തൻ്റെ എല്ലാം ഉണ്ടായിരുന്നു. അതൊന്ന് കഴുകിയിട്ട് അതിലൊന്ന് ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളത്തിലിട്ട് ഒരിത്തിരി ഉപ്പ് ഇട്ടുകൊണ്ട് പിന്നെ തേങ്ങ ചിരകിയത് 2 ചെറിയ ഉള്ളിയും പിന്നെ ഒരു ഇത്തിരി ചെറിയ ജീരകവും കൂടി കുറച്ച് വെള്ളത്തിൽ നല്ലോണം ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് മത്തൻ്റെ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. പിന്നെ അതൊക്കെ അരച്ച് വന്നപ്പോഴേക്കും മത്തൻ്റെ നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ച് വെച്ച് തേങ്ങാ പേസ്റ്റില്ലേ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു. മത്തൻ്റെ തേങ്ങ അരച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ചോറൊക്കെ പെട്ടെന്ന് തന്നെ
അങ്ങനെ ഇറങ്ങിപ്പോകില്ല. ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവർക്കും തന്നെ എന്തെങ്കിലും ചീരൻ്റെ ഇല മുരിങ്ങയിലൊക്കെ ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്നത്. അങ്ങനത്തെ ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഇന്നും തന്നെ കഴിയുന്നതൊക്കെ അടുപ്പത്ത് തന്നെയായിട്ട് ഉണ്ടാക്കുന്നത്. വലിയ ധൃതിയൊന്നുമില്ല. ഷിബിലിമോൻക്കും ഫിലിമോൾക്കൊന്നും ഈ സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഏതായാലും അടുപ്പ് കത്തിച്ചില്ലേ, മാക്സിമം ഇതുമ്പോൾ തന്നെയായിട്ട് വെക്കാൻ നോക്കുന്നത്. പിന്നെന്താ ഓരോന്ന് ഉണ്ടാക്കുമ്പോഴേക്കൊക്കെ റെഡി ആവണം അടുത്തതും അല്ലേ. അങ്ങനത്തെ കറി റെഡിയായി. പിന്നെ ചോറ് ഇങ്ങോട്ട് തന്നെ വെച്ചത്. ചോറിനുള്ള വെള്ളമാണ് കേട്ടോ ഇട്ട് കൊടുത്തു. പിന്നെ അരി നല്ലോണം കഴുകി വെച്ചിരുന്നു ഞാൻ. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു. പിന്നെ ഈ ചെറിയ അടുപ്പിലെ ചൂട്ടടുപ്പ് ചെമ്പട്ടിയിൽ ഞാൻ വെള്ളാട്ട വെച്ചിട്ടുള്ളത് ചോറിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കല്ലോ എന്ന് വെച്ചിട്ട് കുടിക്കാൻ പിന്നെ അത് ഉപയോഗിക്കാറില്ല കേട്ടോ. അതിന് ഞാൻ ഈസിക്കുമ്പോൾ പിന്നെ നമ്മുടെ ചെറിയ കുടിക്കയിൽ അങ്ങോട്ട് വെക്കാറാണ്. ആ വെള്ളാട്ട തിളപ്പിച്ചാറിയിട്ട് കുടിക്കാറ്. ചൂട്ടടുപ്പത്ത് വെച്ച വെള്ളം ഞാൻ കുടിക്കാൻ ഉപയോഗിക്കാറില്ല. അങ്ങനത്തെ കൗണ്ടർ ടോപ്പൊക്കെ കഴുകി വെച്ചതിന് ശേഷം നല്ല മത്തി കൊണ്ടുവന്നിരുന്നു കേട്ടോ ഇക്ക. അപ്പോൾ കണ്ടാൽ തന്നെ തോന്നുന്നുണ്ട് നല്ല പഞ്ഞിയൊക്കെ ഉണ്ടല്ലേ. അത് നല്ലോണം ഒന്ന് ക്ലീനാക്കി എടുത്തതിന് ശേഷം പഞ്ഞി വേറാക്കി മീനും വേറാക്കി അതൊന്ന് മസാല തേച്ചെടുക്കുകയാണ്. ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഫിഷ് മസാലയും ഒരിത്തിരി ഉപ്പും പിന്നെ സൂർക്കയും ഒഴിച്ച് കൊടുത്തോട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. മീനൊക്കെ കുറച്ച് സമയം ഇങ്ങനെ മസാല തേച്ചിട്ടിരിക്കണമല്ലേ. അപ്പോഴാണില്ലേ ആ മസാല കതിമ പിടിച്ചിരിക്കുമ്പോൾ പിന്നെ ഒരു ടേസ്റ്റ് തോന്നി മീനിന്. മസാല തേച്ച ഉടനെ തന്നെ മീൻ പൊരിച്ചെടുക്കണമെന്നുണ്ടെന്നില്ല അത്തരം ഒരു ടേസ്റ്റ് തോന്നുമല്ലേ. ഇതൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. പിന്നെ ലാസ്റ്റാണ് ആ പഞ്ഞി ഞാൻ മസാല തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അപ്പം ഞാൻ അത് വേറെയും തന്നെ വെച്ചു. എന്നിട്ടിത് അതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണേ. കണ്ടില്ല ഞങ്ങൾ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ലൈറ്റ് കാത്തോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും വെളിച്ചം കിട്ടുള്ളൂ. പിന്നെ അത് കുറച്ച് ശർക്കര മെൽറ്റാക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോഴേക്കത് ചോറ് നല്ലോണം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ചോറും തന്നെ ഒന്ന് ഊറ്റിയെടുത്തോ. പിന്നെ ഏതായാലും അടുപ്പ് ഫ്രീ ആയിട്ടുണ്ട്, നല്ലോണം കത്തുന്നുണ്ട്. അപ്പോൾ ഒരു ഇത്തിരി ഓയിൽ പിന്നെ കുറച്ച് വേപ്പിലാണ്ട് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ചൂടായതിന് ശേഷം മീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഏതായാലും ഇവിടെ കന്നിട്ട് വേവട്ടെ എന്ന് വെച്ചു. അപ്പോഴേക്ക് ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ ക്ലീനാക്കി വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ അത് കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചത് അതൊന്ന് നല്ലോണം കഴുകി വെച്ചു. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷിബിലി മോന് മദ്രസയിൽ നിബിദിന പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ദഫിൻ്റെ പ്രാക്ടീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഷിബിലി മോൻക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളുടെ ദഫ് പഠിപ്പിക്കാനുണ്ട്, വലിയ കുട്ടികളുടെ ദഫിലാണ് അവരുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് അവനക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അവന് ചെറിയ കുട്ടികളുടെ ദഫിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ കുട്ടികളുടെ ദഫും കൂടി കഴിഞ്ഞാലേ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ഓരോരോ കുട്ടികളാണ് ഓരോ ദിവസം ചായ ദഫ് ഉസ്താദിനും കുട്ടികൾക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ഇന്നത്തെ കടി നമ്മളുടെ വകയാണ് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ചെയ്തു. അപ്പോൾ കുയ്യപ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുറച്ച് പച്ചരിയും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ശർക്കര ഉരുക്കിയതില്ലേ അതും കൂടി അതിൽക്കൊന്ന് ഇട്ട് കൊടുത്തു. 2 ഏലക്കായും പിന്നെ ഒരിത്തിരി മൈദയും ഒരിത്തിരി ചോറും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഇതിങ്ങനെ അരച്ചെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മളെ മീനാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് അങ്ങനെ വേവുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ് നിങ്ങൾ എൻ്റെ മറ്റു വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കേട്ടോ ഇതുണ്ടാക്കിയിട്ട് പിന്നെ ഒരു ഇത്തിരി റവയും ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി വെച്ചു. പിന്നെ ഇനിയുള്ള പണികളൊക്കെ കുളി കഴിഞ്ഞതിന് ശേഷം അവന് പോവാറാകുമ്പോഴേക്കും ഒരുക്കാമെന്ന് വെച്ചു. അരച്ച് വെച്ചാൽ നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രക്കും സോഫ്റ്റായി നല്ല രീതിയിൽ തന്നെ കിട്ടില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ പൊരിക്കടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് കൂട്ടി വെക്കേണ്ട പൊരിക്കടിയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അരച്ച് വെക്കൂട്ട. എന്നാലാണ് പിന്നെ നല്ലോണം റെഡി ആയി കിട്ടുള്ളൂ. അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പ് വീണ്ടും ഒന്നും കൂടി റെഡിയാക്കി എടുത്തുട്ട. ഇനി പിന്നെ ചോറ് വിളമ്പാനായിട്ട് ഈ അടുക്കളയൊക്കെ വരുള്ളൂ. പിന്നെ ഞാൻ അതിൻ്റെ മുന്നൊന്നും അങ്ങോട്ട് വരില്ല. കണ്ടില്ലേ മീനും വേറെ അതുപോലെ തന്നെ പഞ്ഞി വേറെ. അങ്ങനത്തെ അൽഹംദുലില്ലാ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും അടുക്കളയിലോട്ട് ഇറങ്ങിയതാട്ടെ. ഇതിപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇറങ്ങിയപ്പോഴേ. മഗ്‌രിബിന് ശേഷമാണ് ദഫിൻ്റെ പ്രാക്ടീസ്. അപ്പോൾ ഇപ്പോഴേ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോഴേക്ക് കഴിയുള്ളൂ. അങ്ങനെ ഇറങ്ങി. അപ്പോൾ മാവ് നോക്കിയപ്പോഴെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ ഒരിത്തിരി എള്ളും കരിജീരകവും കൂടി വറുത്തിട്ട് അതും ഇട്ട് കൊടുത്തു. അപ്പോൾ 10-13 കുട്ടികളും ഒരു ഉസ്താദുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഉസ്താദ് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഹെൽപ്പിനായിട്ട് ഉസ്താദ് ഷിബിലി മോനും കൂടി നിർത്തിയതാണ്.
ഉസ്താദ് പിന്നെ പുറത്തുനിന്ന് ദഫ് പഠിപ്പിക്കാനായിട്ട് വരുന്ന ഉസ്താദാണ് കേട്ടോ. അവനറിയാത്ത ഉസ്താദാണ്. ഇങ്ങനെ പിന്നെ അവർ രണ്ടുപേരും കൂടി കമ്പനിയായി. അപ്പോൾ പിന്നെ അവന് പോവല്ലാതെ നിവർത്തിയില്ലല്ലോ. ചില ദിവസം ഉസ്താദിന് മറ്റുള്ള മദ്രസയിലൊക്കെ പ്രാക്ടീസ് ഉണ്ടാവും. അപ്പോൾ അവിടെ പോകും. അപ്പോൾ ആ ദിവസം ഉസ്താദ് വരില്ല. അപ്പോൾ ഷിബിലി മോനും ഉണ്ടാവും ആ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. അങ്ങനെ ഇപ്പം പിന്നെ അവൻക്ക് ഒരു ഒഴിവെന്ന് പറയില്ല കേട്ടോ. ഇനി നബിദിനം കഴിഞ്ഞാൽ അവനൊന്ന് ഫ്രീ ആവുകയുള്ളൂ. മദ്രസ വിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്കൂൾക്ക് അത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുളി നിസ്കാരവും കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദഫിൻ്റെ പ്രാക്ടീസ്. ഇനിയാണെങ്കിൽ സ്കൂളിലും മദ്രസയിലൊക്കെ പരീക്ഷ വരുവാണ്. ഇനി എന്താ ചെയ്യാന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. എല്ലാ വർഷവും അവനക്ക് വലിയ ദഫിൻ്റെ പ്രാക്ടീസ് മാത്രമാണ് കേട്ടോ ഉണ്ടാവാറ്. ഈ വർഷം പിന്നെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരിതും കൂടി ഉണ്ട്. എങ്ങനെയായാലും അൽഹംദുലില്ലാ ഒക്കെ റാഹത്തായി നടക്കട്ടെ അല്ലേ. വർഷത്തിലൊരിക്കലല്ലേ ഉള്ളൂ. നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അല്ലേ. പിന്നെ ഉണ്ണിയപ്പം കണ്ടീലകൾ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഇത്തിരി റവ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എണ്ണ പിടിക്കൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയാറില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ചായക്കുള്ള വെള്ളവും വെച്ചു. പിന്നെ ഇതാ കൗണ്ടർ ടോപ്പ് തുടക്കുകയാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഇത് ഇടയ്ക്കൊക്കെ ഓരോ പണികൾ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് തുടച്ചെടുക്കണം. പിന്നെ അതേ നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ ചായ നല്ലോണം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു. കത്തിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ആയി. ഒരിത്തിരി ചായപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പം ഈ കുടുക്കക്ക് അരപ്പാത്രം കേട്ടോ ചായ വെച്ചത്. കുട്ടികളല്ലേ, പിന്നെ ഒരു ഉസ്താദും അല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് മതിയെന്ന് വെച്ചു. പിന്നെ അത് ഒരിത്തിരി പഞ്ചസാരയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഏലക്കായ എന്നോട്ടിട്ട്, ഏലക്കായ ഇട്ടാൽ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ലല്ലോ. അങ്ങനെ ഉസ്താദിന് വേറെ പാത്രത്തിലും കുട്ടികൾക്ക് വേറെ പാത്രത്തിലും അങ്ങോട്ട് ആക്കി കൊടുത്തു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.